ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഊണിനൊക്കെ ഒരു സൈഡ് കറിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. കായ വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. അധികം നമ്മൾ ഈ ചാനലിൽ ക്യുക്ക് റെസിപ്പീസാണ് ഞാൻ അധികം ഇടുന്നത്. അല്ലാത്തത് ഇടാറുണ്ട് കേട്ടോ, പക്ഷെ കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ക്യുക്ക് റെസിപ്പീസാണ്. അപ്പോൾ കാരണം നമുക്ക് എപ്പോഴും എല്ലാവർക്കും എളുപ്പപ്പണി ആണല്ലോ ഇഷ്ടം, എനിക്കും അങ്ങനെയാണ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ കറി എന്താ നോക്കാം. നമ്മുടെ അവിടെ ഇതിന് കായവട്ടം എന്നാ പറയുക. കായവട്ടൻ എന്നൊക്കെ പറയും. ഒരു പണിയില്ല കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട്. അപ്പം എന്തായാലും അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കായത ഇതേപോലെ വട്ടത്തിലരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ലാസ്റ്റ് തുളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ. ഇത്രയും മാത്രം മതി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ ഒരു ചീഞ്ചട്ടിയിലേക്കോ മൺചട്ടിയിലേക്കോ വേണ്ടിയിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള കായ ഇട്ടു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഒരുപാട് വേണ്ട കാരണം ഇത് ഉടഞ്ഞ് കലങ്ങാൻ പാടില്ല, ജസ്റ്റ് വേവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം ഒഴിക്കാം. അതേപോലെ എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതും കൂടെ ഇട്ട് നമ്മൾ മുളക് ചീന്തി വെച്ചിരുന്നില്ലേ അതും ഇട്ടിട്ട് ഒന്ന് ഇളക്കി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം കുറച്ചു നേരം. ആ കായ ഒന്ന് വെന്ത് കിടക്കണം, അത്രയേ ഉള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. കുറച്ചു നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ മറ്റേത് അടിയിലുള്ള കായ കഷ്ണങ്ങൾ പെട്ടെന്ന് വേവും ചെയ്യും, മുകളിലത്തെ വേവും ഇല്ല. അപ്പം ഇടയ്ക്കൊന്ന് എടുത്തിട്ട് തുറന്ന് ഇളക്കി കൊടുത്താൽ എല്ലാ കായകളും ഒരേപോലെ, എല്ലാ കായ കഷ്ണങ്ങളും ഒരേപോലെ വേവും. അതിന് വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ആയി തുടങ്ങിയിട്ട് ഒരു ഇത്തിരി നേരം കൂടെ, ഒരു 2 മിനിറ്റും കൂടെ ആയിക്കോട്ടെ, എന്നിട്ട് തുറക്കാം. ആവേണ്ട സമയമുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ, എല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ വെള്ളം നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെള്ളം വേണേനു കേട്ടോ, ഫുള്ള് അങ്ങോട്ട് ഡ്രൈ ആവാൻ പാടില്ല. അപ്പം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് നല്ലോണം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മേലെ കൂടെ. ഇനി കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കായവട്ടം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം അടച്ചു വെക്കില്ലോ ഇതൊക്കെ ചെയ്തതിന് ശേഷം. പിന്നെ തുറക്കുമ്പോൾ ആ പച്ച വെളിച്ചെണ്ണേൻ്റെയും അതേപോലെ കരുവേപ്പിലൊക്കെ പാടെ നല്ലൊരു മണം വരും കേട്ടോ. പിന്നെ ഞാൻ ഇൻട്രോയിൽ പറയാൻ മറന്നു തോന്നുന്നു, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, അല്ലാണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പറയുകയല്ല. ഫസ്റ്റ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്. ഈ കായൊക്കെ അങ്ങനെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ കായൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉള്ള വെള്ളത്തിൽ, അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അതിൽ ഒരു 10 മിനിറ്റെങ്കിലും വെക്കണം, എന്നാലേ അതിൻ്റെ കറ പോവുള്ളൂ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള, ഈ കായ വേവാനുള്ളൊരു ടൈം മാത്രമേ വേണ്ടൂ. അത്രയും എളുപ്പത്തിലുള്ള കറിയാണ്. കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു സൈഡ് കറി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, അതിന് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.